എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ നമ്മുടെ കുട്ടപ്പനെ കാണിക്കുന്നു. അവന്റെ നയൻ ടെയിൽ ഫോക്സിന്റെ പവർ അതിപ്പോ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടപ്പനെ കണ്ട് ഒരു മിനിറ്റ് നമ്മുടെ സാസുക ഒന്ന് വണ്ടറടിക്കും. അവൻ നീ ആരാണെന്ന് ചോദിക്കും. അപ്പൊ കുട്ടപ്പൻ പറയും, ഞാൻ മറ്റാരുമല്ല, നിന്റെ ഫ്രണ്ട് സാക്ഷാൽ നറൂട്ടോ കുട്ടപ്പൻ എന്ന് അവൻ മറുപടിയും പറയും. നീ ഇപ്പൊ തന്നെ എന്റെ കൂടെ വന്നോ, അല്ലെങ്കിൽ നീ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. നിന്റെ കൈയും കാലും തല്ലി ഒടിച്ചിട്ടാണെങ്കിലും തീർച്ചയായിട്ടും ഒറോച്ചിമാറുവിന് നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല. ഇതെന്റെ വാക്കാണെന്ന് പറഞ്ഞ് കുട്ടപ്പനാവട്ടെ എയറിൽ തന്നെ ആഞ്ഞൊരിട്ടി. ആ പവറിൽ സാസുക തെറിച്ചു പോയി താഴെ വീഴും. കുട്ടപ്പൻ വീണ്ടും കറങ്ങി വന്ന് അവനിട്ടൊരൊറ്റ ചവിട്ട് വെച്ചു കൊടുക്കും. അവൻ അങ്ങനെ കറങ്ങി താഴെ വീഴുമ്പോ കുട്ടപ്പനാവട്ടെ അവന്റെ വയറ്റിലൊരു തൊഴി, കരണത്തൊരു അടി, മുതുകിലൊരു കുത്ത്, അവസാനമായിട്ട് അവനെ തല്ലി താഴെയിടും. ആ ഇടിയില് ഇപ്പൊ വെള്ളത്തില് വലിയൊരു ചുഴി തന്നെ രൂപപ്പെടും. നറൂട്ടോ കുട്ടപ്പൻ അലറിക്കരയുമ്പോ ഇവിടെ സാസുക ആവട്ടെ കഷ്ടപ്പെട്ട് രക്ഷപ്പെട്ട് ഇപ്പൊ പുഴയിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. സാസുക ഓടി രക്ഷപ്പെടാൻ നേരം കുട്ടപ്പൻ അവനെ പിടിച്ചു വലിച്ച്, നീ ഒറോച്ചിമാറുവിന്റെ അടുത്തേക്ക് എന്നെ വെട്ടിച്ച് പോകുവല്ലേടാന്ന് പറഞ്ഞ് വീണ്ടും അവൻ ഇടിച്ചുകൊണ്ടേയിരിക്കും. നറൂട്ടോയുടെ ഇടിയില് ആ പുഴ തന്നെ ഇപ്പൊ ഇളകി മറിഞ്ഞോണ്ടിരിക്കും. സാസുക ആവട്ടെ അവൻ കൈ നീട്ടി പവർ എടുത്ത് വീണ്ടും ഫയർബോൾ ജിപ്സു കുട്ടപ്പനെതിരെ തെറിപ്പിച്ചങ്ങോട്ടേക്ക് വിടുമ്പോ ഒരു സെക്കൻഡ് കുട്ടപ്പൻ അത് നോക്കി നിന്ന് ആ എന്ന് പറഞ്ഞ് അലറിക്കരയും. ആ ഒരു കാർച്ചയില് ആ ഫയർബോൾ ജിപ്സു തന്നെ അവിടെ കെട്ടുപോകും. ആ പവറിൽ വീണ്ടും നമ്മുടെ സാസുക വെള്ളത്തിന്റെ അടിയിലേക്ക് പോകുമ്പോ രക്ഷപ്പെടാൻ വേണ്ടി സാസുക അവനെ എങ്ങനെയൊക്കെയോ തള്ളിയിട്ട് അവന്റെ ജീവനും കൊണ്ട് ഇപ്പൊ നീന്തി കരയ്ക്ക് കയറാൻ ശ്രമിക്കും. കുട്ടപ്പനും വിട്ടുകൊടുക്കാതെ ഇപ്പൊ കരയിലേക്ക് കയറും. കുട്ടപ്പൻ അവന്റെ മേത്ത് ചാടി വീഴും. എന്നിട്ട് രണ്ടുപേരും തമ്മിൽ ഒടുക്കത്തെ മൽപ്പിടുത്തം. കുട്ടപ്പൻ തിരിഞ്ഞിട്ട് ഇപ്പൊ സാസുകയുടെ കഴുത്തെ പിടിച്ച് ഞെരുക്കാൻ തുടങ്ങും. കുട്ടപ്പൻ അവന്റെ ഷർട്ട് പിടിച്ച് വലിച്ച് അവനെ കറക്കി അടിച്ച് താഴെയിടും. എന്നിട്ട് കുട്ടപ്പൻ അവന്റെ നെഞ്ചത്ത് കയറിയിരുന്ന്, ഞാൻ ഇപ്പോഴും പറയുന്നു, മര്യാദയ്ക്ക് എന്റെ കൂടെ വായോ. സാസുക പിന്നെയും കുട്ടപ്പനെ പിടിച്ചു മാറ്റി, നിനക്കൊരിക്കലും ഒറ്റപ്പെട്ടവന്റെ വേദന അറിയില്ല, എനിക്കാരുമില്ല, റിവെഞ്ച് ചെയ്യാതെ ഞാൻ അടങ്ങില്ല എന്ന് പറഞ്ഞ് അവൻ വീണ്ടും കിടന്നലറും. അതിന് കുട്ടപ്പൻ, എനിക്കൊരിക്കലും നിന്റെ ഫീലിങ്സ് അറിയില്ല, കാരണം എന്റെ കൂടെ എപ്പോഴും തന്നെ ഇറൂക്ക മാസ്റ്റർ ഉണ്ടായിരുന്നു. മാത്രമല്ല നിന്റെ കൂടെ ഫൈറ്റ് ചെയ്തപ്പോഴും ഓരോ മിഷനിൽ ഏർപ്പെട്ടപ്പോഴും നിന്നെ ഞാൻ കണ്ടത് ഒരു സഹോദരനായിട്ടാണ്. അപ്പൊ സാസുക അവൻ ഒരുപാട് ഡിസ്റ്റർബ്ഡ് ആയിട്ട്, നീ എന്തുകൊണ്ട് എന്നെ ഇത്രയധികം സ്നേഹിക്കുന്നു? അതിനു മാത്രം നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ലാന്ന് സാസുക പറയും. നമ്മുടെ കുട്ടപ്പനും സാസുകയും എന്നു മുതൽ ഫ്രണ്ട്സ് ആയോ അവരന്നു മുതൽ നല്ല കമ്പനിയാണ്. അവർക്കുള്ളിൽ തന്നെ അവരുടെ രണ്ടുപേരോടും പരസ്പരം എന്തോ ഒരു ഫീലിങ്സ് ഉണ്ട്. സാസുക ദേഷ്യപ്പെട്ട് പറയും, നീ എന്നല്ല ആർക്കും എന്നെ തിരികെ കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. ഞാൻ കാരണം ഇപ്പൊ എല്ലാവർക്കും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. പിന്നെ എങ്ങനെ എനിക്ക് തിരിച്ച് ഗ്രാമത്തിലേക്ക് മടങ്ങി വരാൻ കഴിയും? മാത്രമല്ല എന്റെ ലക്ഷ്യം അതാണ് എനിക്ക് ഏറ്റവും പ്രധാനം. ഇതിനെല്ലാം ഉപരിയായിട്ട് നീ ഇപ്പോ ഒരുപാട് വൈകിപ്പോയി നറൂട്ടോ എന്ന് സാസുക പറയും. സാസുക മെല്ലെ അവന്റെ ബാൻഡ് എടുത്ത് ഇപ്പൊ തലയിൽ കെട്ടും. കാരണം അവൻ ഇത്രയും നാളും കുട്ടപ്പനെ കണ്ടോണ്ടിരുന്നത് ഒരു യൂസ്ലെസ് ആയിട്ടാണ്. അവന്റെ പവർ കണ്ട് ഇപ്പൊ സാസുക തന്നെ വണ്ടറടിച്ചു പോയി. അവനോട് ഏറ്റുമുട്ടാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു പോരാളി തന്നെയാണ് കുട്ടപ്പൻ എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അവൻ ആ ബാൻഡ് എടുത്ത് കെട്ടിയത്. സാസുക വീണ്ടും കുട്ടപ്പനെ അടിക്കാൻ റെഡിയാവുമ്പോ അപ്പോഴാണ് കുട്ടപ്പന് മനസ്സിലാവുക അവൻ ഇത്രയും നേരം അഭിനയിക്കുകയായിരുന്നു. കലി കേറി ഇപ്പൊ കുട്ടപ്പനാവട്ടെ സാസുകയെ നേരിടാനായിട്ട് റെഡിയായിട്ട് നിൽക്കും. അവര് പരസ്പരം ഇപ്പൊ മൽപ്പിടിക്കാൻ തുടങ്ങും. പക്ഷെ ഇത്തവണ നമ്മുടെ കുട്ടപ്പന് സാസുകയുടെ കയ്യിൽ നിന്ന് ഒരുപാട് ഇടി കിട്ടും. അവന്റെ സ്പീഡ് അത് സാസുക അവന്റെ ശരീരം കണ്ണുപയോഗിച്ച് കണ്ടുപിടിച്ചു. കൂടുതൽ പവർഫുൾ ആയിട്ട് അവന്റെ ശരീരം കണ്ണുപയോഗിച്ച് ഇപ്പൊ സാസുക ആവട്ടെ കുട്ടപ്പനുമായിട്ട് പൊരിഞ്ഞ ഫൈറ്റ് ഇടും. അപ്പൊ കുട്ടപ്പൻ ഞെട്ടിയിട്ട്, ഇവനെങ്ങനെ ഇത്രയും പവർ കിട്ടി? വേറെ വഴിയില്ല, എത്രയും പെട്ടെന്ന് അവനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കണമെന്ന് പറഞ്ഞ് കുട്ടപ്പനാവട്ടെ വീണ്ടും അവനുമായിട്ട് മൽപ്പിടിക്കും. പക്ഷെ ഇത്തവണ സാസുക ആവട്ടെ അവന്റെ ശാപക്കുറി ഉപയോഗിക്കില്ല. കാരണം അത് അവന്റെ ചക്ര പോയിന്റ്സിനെ തന്നെ തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കാഷ്വൽ ആയിട്ട് കുട്ടപ്പനെ തട്ടിവിട്ട് കറക്റ്റ് ടൈം വരുമ്പോ അതുപയോഗിച്ച് കുട്ടപ്പനെ തകർത്ത് കളയാന്ന് പ്ലാൻ ചെയ്ത് അവനിപ്പോ കുട്ടപ്പന്റെ ഓരോ ഫൈറ്റും തട്ടിത്തെറിപ്പിച്ചു കളയും. കുട്ടപ്പൻ ശബ്ദം ഉണ്ടാക്കി സാസുകയെ ദശ തിരിപ്പിച്ച് അവനെ ഇടിക്കാൻ വരുമ്പോ സാസുക കറങ്ങി അടിച്ച് നമ്മുടെ കുട്ടപ്പനെ ഇടിച്ചു തെറിപ്പിക്കും. അടികൊണ്ട് തെറിച്ചു വീഴുമ്പോ കുട്ടപ്പനാവട്ടെ വീണ്ടും ചില കാര്യങ്ങൾ ഓർത്തെടുക്കും. അവൻ എന്റെ മൂവ്മെന്റ്സ് അതിപ്പോ കറക്റ്റായിട്ട് മനസ്സിലാക്കി. എത്രയും പെട്ടെന്ന് സ്ട്രാറ്റജി മാറ്റണം എന്ന് ആലോചിക്കുമ്പോ ഇവിടെ ഹക്കൂണും കാക്കാഷിയും 100-110 ഓടി വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഹക്കൂൺ പറയും, എത്രയും പെട്ടെന്ന് നമുക്ക് മുൻപോട്ട് പോകണം, അല്ലെങ്കിൽ അത് ആപത്താണ്. കട്ട് ചെയ്താ
സാസുക അവന്റെ കൈ മടക്കി ഇപ്പൊ കുട്ടപ്പനെ കൊല്ലാൻ റെഡിയായിട്ട് നിൽക്കുമ്പോ കുട്ടപ്പൻ വീണ്ടും അവന്റെ ക്ലൗൺസുമായിട്ട് സാസുകയ്ക്ക് നേരെ ചാടി അങ്ങോട്ട് വരും. പക്ഷെ സാസുക അവൻ കറങ്ങി അടിച്ച് എല്ലാ ക്ലൗൺസിനെയും വീണ്ടും ഇടിച്ചു തെറിപ്പിക്കും. പക്ഷെ കുട്ടപ്പൻ അവൻ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി സാസുകയെ വെട്ടിത്തിരിപ്പിച്ച് അവന്റെ കാലെ പിടിച്ച് വലിക്കും. ക്ലൗൺസ് എല്ലാം ചേർന്ന് ഇപ്പൊ സാസുകയെ കറക്കി എടുത്തെറിയുമ്പോ സാസുക ആവട്ടെ ഫയർബോൾ ജിപ്സ് ഉപയോഗിച്ച് എല്ലാ ക്ലൗൺസിനെയും ഇപ്പൊ കത്തിച്ചങ്ങോട്ട് വിടും. നമ്മുടെ കുട്ടപ്പൻ അവൻ തീയിൽ വെന്തുരുകി സാസുകയുടെ തൊട്ടടുത്ത് പോയി വീഴും. എന്നിട്ട് തല തിരിച്ചിട്ട് എന്നൊന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് സാസുകയുടെ കാല് പിടിക്കും. അപ്പൊ സാസുക അവനെ തൂക്കിയെടുത്തിട്ട് അങ്ങനെ തന്നെ നല്ല സ്പീഡില് തല കൊണ്ടുവന്ന് തറയിലിടിപ്പിക്കും. നറൂട്ടോ വേദനയില് നിലവിളിച്ച് കരഞ്ഞ് അങ്ങനെ തന്നെ ഉരുണ്ടുപോയി വെള്ളത്തിൽ വീഴും. വെള്ളത്തിൽ അവൻ ഒരു ചത്ത ബോഡി പോലെ ഇപ്പൊ ഉയർന്നു കിടക്കും. കട്ട് ചെയ്ത സാസുക അവനെ കൊണ്ടിപ്പോ തീരെ വയ്യ. അളവിൽ കൂടുതലായിട്ട് ചക്ര പവർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒട്ടും വയ്യാതെ അവനവിടെ കുത്തിയിരിക്കും. അപ്പൊ നറൂട്ടോയുടെ ബോഡിയിലുള്ള ആ ഒരു നയൻ ടെയിൽ ഫോക്സ് ആവട്ടെ, നിനക്ക് നാണമില്ലല്ലോ ഇങ്ങനെ അടിയും വാങ്ങി ചുരുണ്ട് കിടക്കാൻ. നീയും നിന്റെ തേർഡ് ഹൊക്കാഗെയും എന്നോട് ഒരുപാട് നന്ദി പറയണം. നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ഒരുപാട് സഹായിക്കുന്നുണ്ടെന്നും പറഞ്ഞ് ഫോക്സ് ഇപ്പോ അവന്റെ പവർ കുട്ടപ്പന് കൊടുത്ത് കുട്ടപ്പനെ ബാക്ക് ടു നോർമൽ ആക്കി എടുക്കും. അപ്പൊ കുട്ടപ്പന്റെ ചുറ്റും വീണ്ടും ചുമന്ന നിറത്തില് ആ ഒരു പവർ കാണുമ്പോ സാസുകയാവട്ടെ ഇതെന്തടാ അപ്പനെ വീണ്ടും ഇങ്ങനെ സംഭവിക്കുന്നെന്നും പറഞ്ഞ് അവനെ നോക്കി നിൽക്കും. കുട്ടപ്പനിപ്പോ അവന്റെ പവർ മുഴുവൻ എടുത്ത് പതിയെ എഴുന്നേറ്റ് നിൽക്കും. എന്നിട്ട് കൈ ചുരുട്ടി ഇപ്പൊ സാസുകയുടെ മോന്തയ്ക്ക് ഒരൊറ്റ ഇട്ടി വെച്ചു കൊടുക്കും. അടി കിട്ടി പിരിവെട്ടി ഇപ്പൊ സാസുക 1.5 കിലോമീറ്റർ ദൂരത്തേക്ക് പറന്നുപോയി വീഴും. പല്ലിന്റെ എണ്ണം കുറഞ്ഞ് എല്ലിന്റെ എണ്ണം കൂടി അവനിപ്പോ വലിച്ച് അവിടെ കിടക്കുമ്പോ കുട്ടപ്പന് മനസ്സിലാവില്ല അവൻ എന്താണ് സംഭവിക്കുന്നതെന്ന്. അവന്റെ ബോഡി മുഴുവൻ ആ ഒരു നയൻ ടെയിൽ ഫോക്സിന്റെ പവർ അങ്ങനെ തന്നെ ചുറ്റി വളയാൻ ആരംഭിക്കും. കുട്ടപ്പൻ നിലവിളിക്കും. ആ പവറില് ഇപ്പൊ വീണ്ടും നയൻ ടെയിൽ ഫോക്സ് ആവട്ടെ അതിന്റെ പവർ കൂട്ടി കൊണ്ടുവന്ന് ഇപ്പൊ കുട്ടപ്പനാവട്ടെ ഏകദേശം ആ ഒരു നയൻ ടെയിൽ ഫോക്സ് പോലെ തന്നെ ആയിത്തീരും. പക്ഷെ ആ ഒരു പവറില് നമ്മുടെ സാസുകയ്ക്ക് അവിടെ പിടിച്ചു നിൽക്കാനാവില്ല. അവൻ കാറ്റടിച്ച് ഇപ്പൊ തെറിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടപ്പൻ സാസുകയെ പിന്നെയും പിടിച്ചു വലിച്ച് അവന്റെ ചെവി തന്നെ ഇപ്പൊ ഇടിച്ചു പൊളിക്കുകയാണ്. കലി തീരാതെ ആ നയൻ ടെയിൽ ഫോക്സ് ആവട്ടെ അങ്ങനെ അവനെ കാലേ വാരി നിലത്തടിച്ച് കറക്കേറിയും. അനങ്ങാൻ പോലും പറ്റാതെ സാസുകയാവട്ടെ തെറിച്ചുപോയി ഓരോരത്ത് വീഴും. അവർ വെള്ളത്തിൽ വെച്ച് ഫൈറ്റ് ചെയ്തതുകൊണ്ട് ഇപ്പൊ സാസുക ചത്തുപോയില്ല. അവൻ കുട്ടപ്പനെ നോക്കുമ്പോ ഇപ്പൊ മുഴുവനായിട്ടും കുട്ടപ്പൻ ആ ഒരു നയൻ ടെയിൽ ഫോക്സ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. സാസുക വീണ്ടും അവന്റെ ശരീരം കണ്ട് ഉപയോഗിച്ചുകൊണ്ട് കുട്ടപ്പന്റെ സ്പീഡ് മനസ്സിലാക്കാൻ ശ്രമിക്കുമെങ്കിലും കുട്ടപ്പന്റെ മൂവ്മെന്റ്സ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുമെങ്കിലും അത് നയൻ ടെയിൽ ഫോക്സ് ആണ്. അത്ര എളുപ്പത്തില് അവനെ കൊണ്ട് സാധിക്കില്ല. അവന്റെ പവർ എങ്ങനെയെങ്കിലും സാസുക മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോ അത് വീണ്ടും 10 മടങ്ങായി വർദ്ധിക്കും. അപ്പൊ ആ പവർ അത്ര നിസ്സാരമല്ലാന്ന് നമ്മുടെ സാസുകയ്ക്ക് പിടികിട്ടും. കാരണം ജിറയും ഹിറ്റാച്ചിയും നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അവൻ ആള് അത്ര നിസ്സാരക്കാരനല്ലെന്ന്. മാത്രമല്ല അക്കറ്റ്സുക്കി ഏജൻസി അവരന്വേഷിക്കുന്നത് പോലും കുട്ടപ്പനെയാണ്. അപ്പോഴാണ് അവന് മനസ്സിലാവുക ഈ ഒരു പവറിന് വേണ്ടിയിട്ടാണ് എല്ലാവരും കുട്ടപ്പന്റെ പുറകെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന്. എന്തായാലും ഒരു കൈ നോക്കിയിട്ട് തന്നെ എന്ന് പറഞ്ഞ് സാസുക വീണ്ടും കുട്ടപ്പന്റെ കയ്യിൽ നിന്ന് അടി മേടിക്കാനായിട്ട് ഇപ്പൊ ചാടി അവിടേക്ക് വീഴും. എന്നിട്ട് ഫയർബോൾ ജിപ്സും എടുത്ത് ഇപ്പൊ കുട്ടപ്പന് നേരെ വലിച്ചെറിയും. കുട്ടപ്പൻ സിമ്പിളായിട്ട് ആ ഒരു ഫയർബോൾ ജിപ്സു തന്നെ വിഴുങ്ങുന്ന കണ്ടിട്ട് സാസുക 1 മിനിറ്റ് ഷോക്കായി പോവും. അവൻ വീണ്ടും ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്ത് ഇപ്പൊ കുട്ടപ്പനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോ പക്ഷെ കുട്ടപ്പന്റെ പവർ അതത്ര നിസ്സാരമല്ല. കുട്ടപ്പൻ അവന്റെ ചക്ര പവർ തന്നെ ഇപ്പൊ സാസുകയ്ക്ക് നേരെ വലിച്ചെറിയും. സാസുക പേടിച്ചു വിറച്ച് ഇപ്പൊ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഓടാൻ തുടങ്ങും. പക്ഷെ കുട്ടപ്പന്റെ ബോഡിയിലെ ആ ഒരു മോൺസ്റ്റർ അതങ്ങനെ തന്നെ ചാടി വീണ് നമ്മുടെ സാസുകയെ അടിച്ചു തെറിപ്പിച്ച് ഇപ്പൊ കരയിലിടും. അതും പോരാഞ്ഞ് അതിന്റെ ആ ഒരു വലിയ കൈ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ സാസുകയെ അമർത്തി കൊല്ലാൻ തുടങ്ങും. സാസുക ഉടനെ ഇപ്പൊ ഒരുപാട് കഷ്ടപ്പെട്ട് അവന്റെ ശാപക്കുറി പുറത്തെടുക്കും. അപ്പോഴേക്കും നറൂട്ടോ സാസുകയെ ഒരുപാടിട്ട് ഞെരുക്കാനായിട്ട് ആരംഭിക്കും. ഇപ്പൊ സാസുക ആവട്ടെ അവന്റെ മുഴുവൻ പവർ ഉപയോഗിച്ചുകൊണ്ട് ശാപക്കുറിയുടെ സെക്കൻഡ് സ്റ്റേജിലേക്ക് തന്നെ അവൻ കടന്നു വരും. ഞാൻ ഈ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നെനിക്കറിയില്ല, പക്ഷെ കുട്ടപ്പനെ നേരിടാൻ എനിക്കിത് ആവശ്യമാണെന്ന് പറഞ്ഞ് സാസുക ഒരു മോൺസ്റ്ററായി മാറി തീരുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും